വിജയുടെ നമസ്കാരം. ഒടുവിൽ ബംഗ്ലാദേശിൽ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിക്കുകയാണ്. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുമ്പോൾ 1200 ഭീകരരെയാണ് വിദ്യാർത്ഥികൾ തുറന്നു വിട്ടത് എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇനി മുതൽ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിനെ മാറ്റി അവിടെ അൽ ഖ്വയ്ദ ഭീകരർ ഭരിക്കുമോ എന്നുള്ള ആശങ്കയാണ് പല രാജ്യങ്ങൾക്കും ഉണ്ടാകുന്നത്. പല രാജ്യങ്ങളും ബംഗ്ലാദേശിലെ ഭീകരന്, അതായത് കൊടും ഭീകരനായി വിലയിരുത്തി തലയ്ക്ക് വലിയ ലക്ഷങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ബംഗ്ലാദേശിന്റെ അൽ ഖ്വയ്ദ ഭീകരരുമായി ബന്ധമുള്ള ABT, അൻസറുള്ള ബംഗ്ല എന്ന് പറയുന്ന ആ സംഘടനയുടെ കൊടും ഭീകരനെ, സമാധാനത്തിന്റെ വെള്ളരിപ്രാവായ നോബൽ സമ്മാനം പോലും കിട്ടിയ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ചതിയൻ തുറന്നു വിട്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗാസിയാപൂർ ജയിലിൽ 2013 ബംഗ്ലാദേശ് സർക്കാർ തടവിലാക്കിയ ആ കൊടും ഭീകരന്റെ പേര് മുഫ്തി ജസ്മുദ്ദീൻ റഹ്മാനിയ എന്നാണ്. ഈ മുഫ്തി ജസ്മുദ്ദീൻ റഹ്മാനിയ അൽ ഖ്വയ്ദ ഭീകരരുമായിട്ട് നല്ല കയ്യപ്പുള്ള ഒരു ഭീകരനാണ്. 2017 ഇന്ത്യയിൽ ചുവടുറപ്പിക്കാൻ ഇവർ ശ്രമിച്ചുവെങ്കിലും ഇന്ത്യൻ സർക്കാർ അത് മനസ്സിലാക്കുകയും ഇയാളെ തുരത്തുകയും 5 ഭീകരരെ ഇന്ത്യയിൽ വകവരുത്തുകയും ചെയ്ത വാർത്ത നമ്മൾ കണ്ടതാണ്. ബംഗ്ലാദേശിൽ ഈ ഭീകരനെ തുറന്നുവിടുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഗതിയാണ് ഏറ്റവും കൂടുതൽ പല രാജ്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇനി ബംഗ്ലാദേശിലേക്ക് അജ്ഞാതനെ വിടേണ്ടി വരുമോ? കാരണം ഇയാളെ പുറത്തിറക്കി വിട്ടപ്പോൾ തൊട്ട് ഇന്ത്യ ഈ നീക്കത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു അജ്ഞാതന്റെ ആക്രമണം ബംഗ്ലാദേശിലേക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇതുവരെ പാകിസ്ഥാനിലായിരുന്നു അജ്ഞാതന്റെ വിളയാട്ടം. പാകിസ്ഥാൻ ബംഗ്ലാദേശ് അല്ല, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മളെ കാണ്ഡഹാർ വിമാനം റാഞ്ചിയ സകലവരെയും തീർത്ത് കാനഡയിൽ അടക്കം അജ്ഞാതന്റെ അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടതാണ്. ഇനി ബംഗ്ലാദേശിലേക്കും ഇന്ത്യയുടെ അജ്ഞാതൻ ഇറങ്ങേണ്ടി വരും. ഈ ബംഗ്ലാദേശിലെ ഈ സമരം വിദ്യാർത്ഥികളെന്ന് നമ്മൾ പറയുന്നു, പക്ഷെ അതങ്ങനെയല്ലത്. അതിന്റെ വിദ്യാർത്ഥികളാണ്, ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. നമ്മൾ പുറമേ നോക്കുമ്പോൾ തുടക്കം ഇട്ടത് വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് പ്രവർത്തനം വളരെ സജീവമായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നത് ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ വിദ്യാർത്ഥി സംഘടനകളുമായി ഈ കോളേജിന്റെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള, അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ പല ക്യാമ്പസുകളിലും നമുക്കത് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുകയും പ്രചരണങ്ങൾ നടത്തുകയും സെമിനാറുകൾ നടത്തുകയും ഒക്കെ ചെയ്ത് കൊണ്ട് കാലങ്ങളായിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമി നടത്തിയ ഒരു വലിയ നീക്കമായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ട് പുറത്തു വന്നത്. ആദ്യ സമയത്ത് ഈ വിദ്യാർത്ഥികൾ മാത്രം ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു. ഈ നമ്മുടെ രാജ്യത്തും അത്തരത്തിലുള്ള പ്ലാനിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. പൗരത്വ ഭേദഗതി സമരത്തിലുമൊക്കെ വിദ്യാർത്ഥികൾ ആദ്യം തെരുവിലിറക്കി, പിന്നീട് ഇച്ചിരി മുതിർന്നവർ രംഗത്തെത്താനുള്ള ശ്രമം. പക്ഷെ ഇവിടെ അത് മുളയിലെ നുള്ളപ്പെട്ടുപോയി. ബംഗ്ലാദേശിൽ അങ്ങനെയല്ലായിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭം പല ക്യാമ്പസിൽ നിന്നും വന്നു. ഇവർക്കുള്ള ഫണ്ടുകൾ എത്തിച്ചിരുന്നത് ഇപ്പൊ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ചൈനയാണ്. ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ട ഫണ്ട്, എല്ലാത്തിനും ഫണ്ട് വേണമല്ലോ സമരം ചെയ്യുന്നതിനൊക്കെ. അപ്പം ഈ സമരം വരുന്നു. പിന്നീട് ഈ സമരത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും മുതിർന്നവരും കലാപകാരികളുമാണ് ഈ സമരം ഏറ്റെടുക്കുന്നത്. പിന്നെ അതിൽ വിദ്യാർത്ഥി എന്നൊരു വാക്കില്ല. ശരിക്കും ഇത് പ്ലാൻഡ് സാധനമാണ്. ഇവരുടെ ഇപ്പൊ തുറന്നു വിട്ടിരിക്കുന്ന ഒരു ഭീകരൻ ഉൾപ്പെടെ അനവധി ഭീകരരെ അവരവിടുന്ന് തുറന്നു വിട്ടു. ഇപ്പൊ ഇരിക്കുന്ന ഈ ഇടക്കാല സർക്കാർ, അദ്ദേഹം നോബൽ പ്രൈസ് ഒക്കെ വാങ്ങിയൊരു കക്ഷിയാണെങ്കിൽ പോലും ഇപ്പൊ ഇരിക്കുന്ന സർക്കാർ ഈ ജമാഅത്ത് ഇസ്ലാമി, അതായത് ബംഗ്ലാദേശ് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി, ആ സംഘടനയുടെ നിർദ്ദേശാനുസരണമാണ് ഇദ്ദേഹം ഇപ്പൊ അവിടെ ഇടക്കാല സർക്കാരിന്റെ അധികാരിയായിരിക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ കൊലയിലേക്ക് തിരിഞ്ഞപ്പോ അവിടെ ബംഗ്ലാദേശിൽ വലിയ കുഴപ്പമില്ല, അവിടെ ഞങ്ങൾ നല്ലൊരു മുഖത്തെയാണ്, ഞങ്ങളുടെ അധികാരി വലിയ കുഴപ്പമില്ലാത്തതാണ്, നോബൽ പ്രൈസ് ജേതാവൊക്കെ ആണെന്ന് വരുത്തി തീർക്കാനാണ് അയാളെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇടക്കാല സർക്കാർ എന്നാണല്ലോ അതിനിപ്പോഴും പറയുന്നത്. ഇടക്കാലമാണ് ഇത്, എത്ര നാൾ ഇരിക്കും എന്നുള്ളത് അറിയത്തില്ല. അപ്പോ അവിടെയാണ് ഈ ഭീകരനെ തുറന്നു വിടുന്നത്. ഈ സംഘടന ABT എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നത് 2015 ഈ അൽ ഖ്വയ്ദ ലോകത്ത് എമ്പാടും അവരുടെ റൂട്ട് കുറച്ചുകൂടെ വിശാലമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് അവർക്ക് പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രാദേശിക അടിസ്ഥാനത്തിൽ സംഘടനകൾ രൂപീകരിക്കും. അങ്ങനെ പ്രാദേശിക അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിന് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ഈ ABT എന്ന് പറയുന്ന സംഘടന 2015. അതുപോലെ തന്നെ കാശ്മീരി ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ ഭീകര സംഘടനകള് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഈ കാശ്മീരി സംഘടനകള് രൂപീകരിച്ചിട്ടുണ്ട്. ഭീകര സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം ഈ ABT 2017 ആസാമിലാണ് ഇവർ ചുവടുറപ്പിക്കാൻ ആദ്യം ശ്രമിക്കുന്നത്. അന്ന് 5 ABTയുടെ ഭീകരന്മാരെ നമ്മൾ വെടിവെച്ചു വന്നു ആസാം സർക്കാർ. അപ്പൊ ആസാമിൽ പിടിമുറുക്കിയിട്ട് അവിടുന്ന് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഇവർ നടത്തിയത്. നമ്മളുടെ ഒരു രാജ്യത്തിന്റെ ഒരു ഇന്റലിജൻസ് സംവിധാനം അനുസരിച്ച് ലോകത്ത് എവിടെ ഭീകര സംഘടനകൾ രൂപപ്പെട്ടാലും, അത് ഇന്ത്യയുടെ മാത്രമല്ല പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ചാര കണ്ണുകൾ അല്ലെങ്കിൽ ചാര ശൃംഖലകൾ എപ്പോഴും ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും.
ഈ സംഘടനകൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഏത് രാജ്യത്തായാലും അവരുടെ രാജ്യത്തെ ചൊറിഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ അവർ നോട്ടപ്പെടുന്ന ഭീകരന്മാർക്കൊന്നും ഇപ്പൊ പഴയതുപോലെ എങ്ങും വിരസി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ ഈ അജ്ഞാതന്റെ ഒരു വലിയ ഭയം എല്ലാ ഭീകരന്മാർക്കും ഭീകര സംഘടനകൾക്കും ഉണ്ട്. മുമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ ഭീകരന്മാരെ വേറെ ഒരിടത്ത് പോയി അവരുടെ ഈ മാളത്തിൽ പോയിട്ട് കൊല്ലുന്നൊരു ഏർപ്പാടില്ലായിരുന്നു. അത് ആദ്യമായിട്ട് കാണിച്ചു തന്നത് ഇസ്രായേലും അമേരിക്കയും ഒക്കെയാണ്. അവർ ബില്ലാദിനെ പോയി തട്ടിയതാണ് ഏറ്റവും വലിയ മാളത്തിൽ പോയി കൊല്ലുക എന്ന് പറയുന്ന സംവിധാനം. അതിന്റെ ഒരുപക്ഷെ അത് പാകിസ്ഥാനൊക്കെ വലിയ രീതിയിൽ പണം നൽകിക്കൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷനാണ്. എന്ത് തന്നെ ആയാലും അത് അങ്ങനെ ചെയ്തു. ഇസ്രായേൽ അത് പണ്ടോട്ടേ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ മാർഗത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും വന്നു എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഭീകരന്മാർ പുറത്തിറങ്ങുന്നതായാലും ഭീകര നേതാക്കൾ പുറത്തിറങ്ങുന്നതായാലും പഴയ പോലെ അവർക്കും അത്ര സേഫുള്ള കാര്യമല്ല. നമ്മൾ കണ്ടു ഹമാസിന്റെ ഒരു ലീഡറായിട്ട് പുതിയ ഒരു ആള് വന്നു. ആ ആൾ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അതാണ് അതിന്റെ ഒരു അവസ്ഥ, അതാണ് അതിന്റെ ഒരു സ്ഥിതി. ബംഗറിലാണ്, ഇപ്പോഴും ബംഗറിലാണ്. ഇതാണ് അവസ്ഥ. ഇപ്പൊ ഭീകരന്മാർക്ക് പഴയ പോലെ അല്ല. കാരണം എപ്പോഴും നമ്മൾ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്ന് പറയുന്ന ഒരു നയത്തിലേക്ക് പല രാജ്യങ്ങളും പോയി. അതിന് അവരെ സഹായിച്ചൊരു കാര്യം എമ്പാടും വലതുപക്ഷ രാഷ്ട്രീയം ശക്തി പ്രാപിച്ചു. അതായത് ഇന്ത്യയിലെ മോദിയുടെ സർക്കാർ പോലെ തന്നെയാണ് പുട്ടിന്, ഇല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ ജർമ്മനിയിലായിട്ടില്ല എങ്കിൽ പോലും പലയിടത്തും ഈ വലിയ വലതുപക്ഷ ചിന്താഗതിയുള്ളവരും വലതുപക്ഷ ഭരണാധികാരികളും അധികാരത്തിൽ വന്നപ്പോഴേക്കും ഇത്തരക്കാരെ വെച്ച് പൊറുപ്പിക്കേണ്ടതില്ല, അതിനിപ്പോ ലോകത്ത് എവിടെ ആയിരുന്നാലും എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇവിടെയാണ് ഇതിന്റെ ഒരു ഇത്. പക്ഷെ നമ്മൾ ഭയക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ 1200 മുകളിൽ ഭീകരന്മാരെയാണ് തുറന്നു വിട്ടിരിക്കുന്നത്. ഈ ഭീകരന്മാർക്ക് എന്തായാലും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഭീഷണിയാകും, നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ ഭീഷണിയാകും. ഇപ്പൊ ABT എന്ന് നമ്മൾ പറയുന്നത് ബംഗ്ലാദേശിലുള്ള ഒരു പ്രധാനപ്പെട്ട ഭീകര സംഘടനയുടെ പേരാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെ വേറെയും അനവധി ഭീകര സംഘടനകൾ ബംഗ്ലാദേശിലുണ്ട്. ബംഗ്ലാദേശ് ഈ ഭീകര സംഘടനകൾ പിടിയിലാമർത്തിട്ട് എത്രയോ കാലങ്ങളായി. പിന്നെ അവിടെ ഈ ഷേഖ് ഹസീനെ പോലുള്ള പൊളിറ്റീഷ്യൻസും ഒക്കെ വന്നില്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ വന്നൊരു ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്, അല്പമെങ്കിലും ഒക്കെ നിലനിൽക്കുന്നുകൊണ്ടാണ് അത് അങ്ങനെ പോകുന്നത്. പക്ഷെ ഇപ്പോഴും ഇനി അത് ആ ഒരു ജനാധിപത്യത്തിലേക്ക് അത് തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം അതിന്റെ ഒരു കുത്തഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഈ പുതിയ ഇടക്കാല സർക്കാരിനെ അവർ വെച്ചിരിക്കുന്നത് തന്നെ ലോകത്തിന്റെ എമ്പാടും നിന്നുള്ള അവർക്കൊരു മുഖമായിട്ടാണ്. അത് ഈ ജമാഅത്ത് ഇസ്ലാമി എല്ലായിടത്തും കാണിക്കുന്ന തന്ത്രം തന്നെയാണ് ബംഗ്ലാദേശിൽ അവർ നടപ്പാക്കിയത്. ഈ ജമാഅത്ത് ഇസ്ലാമി പുറമെ ഭയങ്കരമായ സ്നേഹവും മതേതരത്വവും ഒക്കെ പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ്. പക്ഷെ അതിശക്തമായി തന്നെ ഖിലാഫത്ത് നടപ്പാക്കണം, ഖിലാഫത്ത് പ്രഖ്യാപിക്കണം എന്ന് പറയുന്ന ഒരു സംഘടന കൂടിയാണ് അവര്. അപ്പൊ അവര് പുറമെ ഇത്ര രീതിയിലാണ് അവരെല്ലായിടത്തും. അവരുടെ കണ്ടിട്ടില്ല, അവരുടെ ഈ വലിയ രക്തരൂഷിതമായ അവരുടെ സംഘർഷങ്ങളെ അവര് വിപ്ലവം എന്നാ പറയുന്നത്, മുല്ലപ്പൂ വിപ്ലവം. അത് ആരായിരുന്നു? അത് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഇവരുടെ സംഘടനയാണ്. ഈ സംഘടനകളുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേരുകളും ഇവരുടെ പ്രവർത്തനം പുറമെ വലിയ തേനും പാലും ചാലിച്ചുള്ള സംസാരവും രീതികളൊക്കെയാണ് ഇവരുടെ പൊതുവെ ഉള്ളത്. പക്ഷെ ഇവരുടെ പ്രവർത്തനം ഈ രീതിയിലാണ്. അതുകൊണ്ട് ഇപ്പൊ ഈ ഇടക്കാല സർക്കാരിനെ വെച്ചിട്ട് ആ മുഖമായിട്ട് തന്നെ കണ്ടാൽ മതി. താലിബാൻ അവിടെ പിടിച്ചപ്പോഴെന്താണ് അവർ പറഞ്ഞിരുന്നത്? വസന്തം വിരിഞ്ഞു അല്ലേ അവർ പറയുന്നത്? ഒരു വിസ്മയം സംഭവിച്ചു എന്നാണ് കേരളത്തിൽ പോലും ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞത്. അപ്പം അതാണ് അവരുടെ ഒരു രീതി. അപ്പം ഇതിപ്പം ഇവരെ തുറന്നു വിട്ടതെന്ന് വെച്ചാൽ വലിയ പ്രഷർ അവർക്കുണ്ട്, ഈ ഭീകരന്മാരെ തുറന്നു വിടണമെന്നുള്ളത്. ഈ ഭീകരന്മാരെ തുറന്നു വിടുമ്പോൾ അവർ ഒരു സന്ദേശം ഈ ലോകത്തിന് നൽകുന്നുണ്ട്. അതായത് വീണ്ടും ഈ മതാധിഷ്ഠിതം ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നില്ല, മതരാജ്യമാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. മതരാജ്യമാക്കുന്ന ഈ മതാധിഷ്ഠിത രാജ്യങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ഈ ലോകത്ത്. എല്ലാം മത നിയമങ്ങളിലാണ് പോകുന്നത്. അവിടെയൊന്നും ഇതണക്ക് ആൾക്കാരെ വഴി കാണുന്നവരെ വെടിവെച്ച് കൊല്ലോ വെട്ടിക്കൊല്ലോ ചെയ്യുന്നില്ലല്ലോ. അവിടെ ഹിന്ദുക്കളില്ലേ, ക്രിസ്ത്യൻസ് ഇല്ലേ, ജൂതന്മാരില്ലേ, എല്ലാവരും ഉണ്ടല്ലോ. സൗദിയിലും ദുബായിലും എല്ലായിടത്തും ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും അത് നടക്കുന്നില്ല. അപ്പൊ മതരാഷ്ട്രം അല്ല ഇവരുടെ ലക്ഷ്യം. ഇവരുടെ ലക്ഷ്യം ഈ പ്രാന്തന്മാരുടെ ഒരു രാജ്യമാക്കുക എന്നുള്ളതാണ്. ഒരിക്കലും മതരാഷ്ട്രത്തിന് വേണ്ടിയിട്ടല്ല ഭീകരന്മാർ നിലകൊള്ളുന്നൊരു നിലപാടാണ് എനിക്ക് പണ്ടുതൊട്ടേ ഉള്ളത്. മതരാഷ്ട്രം ആക്കാനും വേണ്ടിയിട്ടല്ലേ. കാരണം മതരാഷ്ട്രം ഈ ലോകത്ത് അനവധിയുണ്ട്. ഒരു മതരാഷ്ട്രം പോലും എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നവരാണ്, അല്ലാതെ ഒരിക്കലും മോശം. നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ ഈ ഗൾഫ് കൺട്രീസിൽ പലതും മതനിയമങ്ങൾ തന്നെയല്ലേ അവിടെ ഇത് ചെയ്യുന്നത്. സൗദി അറേബ്യ പോലും മതരാഷ്ട്രമാണ്. പക്ഷെ സൗദി അറേബ്യ പോലും കാണിക്കുന്ന കേരളത്തിന്റെ അത്രയും സുഡാപ്പിസം സൗദി അറേബ്യ കാണിക്കുന്നില്ല. സുഡാപ്പിസം വളരെ ലിബറൽ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവന്മാരുടെ ലക്ഷ്യം മതരാഷ്ട്രമല്ല, മതനിയമങ്ങളും അല്ല. ആ മതനിയമങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് പോകുന്നില്ലേ. അപ്പൊ അവിടെ അല്ല ഇവന്മാരുടെ പ്രശ്നം. ഇവന്മാരുടെ പ്രശ്നം തെമ്മാടിത്തരം കാണിക്കുക, ഒരു രാജ്യത്തെ തകർക്കുക, കാടന്മാരുടെ ഒരു ഭരണമാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അഫ്ഗാനിസ്ഥാൻ കണ്ടില്ലേ, സിറിയ കണ്ടില്ലേ, യമൻ കണ്ടില്ലേ, ഇവിടെയൊക്കെ മതനിയമങ്ങളാണോ നടക്കുന്നത്?
പരസ്പരം ബോംബ് പൊട്ടിച്ചും എത്ര പേരെ അവിടെ ഇട്ട് കൊല്ലുന്നു, ഇതൊന്നും അതല്ല. ഇതൊരു തരം പ്രാന്താണ് ഈ സാധനം. അതാണ് ഇപ്പൊ ബംഗ്ലാദേശ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബംഗ്ലാദേശ് അതിന് കനത്ത വില നൽകേണ്ടി വരും. കാരണം ഈ ഒരു രാജ്യം ദുർബലമാകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ശത്രു രാജ്യങ്ങൾ അതിൽ പിടിമുറുക്കും. അതൊരു വലിയ ഒരു പോയിന്റ് നമ്മൾ കണ്ടതാണ്. ശ്രീലങ്കയിൽ എന്താണ് സംഭവിച്ചത്? ആ രാജ്യം കുട്ടിച്ചോറായി പോയി. അത് ഏറ്റവും വലിയ രസം വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിലെ ഈ മീഡിയകള് ചില ഇൻഡെക്സുകൾ കൊണ്ടുവരും. എനിക്ക് തോന്നി നമ്മൾ കരുനാക്ക് എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ കരുനാക്ക് എന്നൊക്കെ നമ്മൾ എന്താ പറയുന്നത്, ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് പറഞ്ഞതൊക്കെ ഈ കേരളത്തിലെ മീഡിയാസ് എന്ന് ഇൻഡെക്സ് കൊണ്ടുവരുന്നു, അതിന്റെ പിറ്റേന്ന് ആ രാജ്യം തകർന്ന് തരിപ്പണമായി പോവുക ചെയ്യുന്നു. ഇവര് ശ്രീലങ്കയെ കുറിച്ചൊരു ഇൻഡെക്സ് കൊണ്ടുവന്നു. എന്തായിരുന്നത്? സന്തോഷ സൂചി എന്തോ പറഞ്ഞിട്ടല്ലേ, അല്ല പെട്രോളിന്റെ വില ഇന്ത്യയെക്കാളും കുറവാണെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊണ്ടുവന്നു. അവിടെ ചായ പിന്നെ കാണുന്നത് അവിടുത്തെ കൊട്ടാരം കത്തിയെരിയുന്നതും പിന്നെ അവിടുത്തെ ഒരു ചായക്ക് പോലും 236 രൂപ ചായക്ക്. പെട്രോൾ അടിക്കണ ദിവസങ്ങളോളം ക്യൂ കിടക്കേണ്ട അവസ്ഥ, ഭയങ്കര വില പെട്രോളിന്. ഇവര് പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പാകിസ്ഥാന് ഭരണം മാറി ആകപ്പാടെ നാശമായത്. ഇവര് ബംഗ്ലാദേശിനെ കുറിച്ച് പറഞ്ഞത് വികസിത രാജ്യമാണ്, സന്തോഷ സൂചികയിൽ ഒന്നാമതാണ്, രണ്ടാമതാണ്, ഇന്ത്യക്കാൾ മുകളിൽ നിൽക്കുന്നു പറഞ്ഞിട്ട് ഇവര് വാർത്ത ചമച്ചതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത്. ഇനി എനിക്ക് ഇവരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇതുകൊണ്ടുള്ള ഇൻഡെക്സുകൾ ചൈനയ്ക്കെതിരെയൊക്കെ ഒന്ന് ഇറക്കിയാൽ നല്ലതായിരിക്കും. കാരണം അത് കുത്തുവാളെടുത്ത് ഈ മാൻഡ്രേക്ക് എഫക്ട് എന്ന് നമ്മൾ പറയത്തില്ലേ, കരുനാക്കെന്നല്ല, മാൻഡ്രേക്ക് എഫക്ട് ആണോ ഇൻഡെക്സുകൾ പുറത്തു വിടുന്നത്. അതിനുശേഷം ആ രാജ്യങ്ങൾ തകർന്നു പോവുക. ഒരുപക്ഷെ ഇന്ത്യക്ക് സന്തോഷിക്കാം, കാരണം ഇന്ത്യയെ കുറിച്ച് ഒരിക്കലും ഇവർ അങ്ങനെ ഇൻഡെക്സുകളൊന്നും പറയാഞ്ഞത് കൊണ്ട് നന്നായിട്ടുണ്ട്. കാരണം കണ്ണു വെക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ഇവര് കണ്ണു വെക്കും. ബംഗ്ലാദേശിന് കൊള്ളാം, അവർ അടിപൊളിയായിട്ട് കയറി വരുന്ന വാർത്തയൊക്കെ കൊടുത്ത് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ ദേ കിടക്കും തകർന്നരിപ്പണമായിട്ട്. ഇനിയിപ്പോ ഇവര് പറയാൻ വേറെ രാജ്യങ്ങളൊന്നും നിലവിലില്ലാന്ന് തോന്നുന്നു അടുത്ത്. അതാണ് ഇവരുടെ ഒരു രീതി. ഞാൻ വെച്ചതാണെന്ന് ബിജുചേട്ടൻ ഒരു തമാശക്ക് പറഞ്ഞാണെങ്കിലും ഈ ഇൻഡെക്സ് കൊണ്ടുവരുന്നവന്മാർക്ക് കൃത്യമായിട്ട് ഒരു ലക്ഷ്യമുണ്ടല്ലോ. അതായത് ഇങ്ങനെ ഞങ്ങൾ ഇൻഡെക്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ഇപ്പൊ ഈ ഇടയ്ക്ക് മറ്റേ മൊട്ട അരുൺകുമാർ നൈജീരിയ പട്ടിണിയുടെ ഇതിൽ ഇന്ത്യയെക്കാട്ടിലും ഭയങ്കരമായിട്ട് ഉയർന്നു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ പട്ടിണി ഇല്ലാത്ത രാജ്യം എന്ന നിലയിൽ അതിന്റെയൊക്കെ പിന്നിൽ അന്താരാഷ്ട്ര തലത്തിൽ അതൊക്കെ ആയിട്ടുള്ള അല്ല, ഈ നൈജീരിയ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ എന്തെങ്കിലും ഒരു സാധനം അറിയാവുന്ന ഒരു മനുഷ്യനത് പറയൂ. എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? പോവർട്ടി എന്ത് മാത്രമാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട്. ഒന്നും വേണ്ട, ഗൂഗിൾ എടുത്തിട്ട് നൈജീരിയ നിന്ന് അടിച്ചു കൊടുത്താൽ മതി, ഒരു 10,000 വാർത്തകൾ പുറത്തു വരും. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ചുമ്മാ ഒരു ഇൻഡെക്സ് കുറെ സായിപ്പന്മാരും പാതിരിമാരും കൂടെ എവിടെങ്കിലും ഇരുന്ന്, അങ്ങനെയാണല്ലോ ആ റിപ്പോർട്ടിന്റെ ആരൊക്കെയാണെന്നുള്ളതും പുറത്തു വന്നല്ലോ. ആ റിപ്പോർട്ട് ചില മിഷണറിമാരും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഈ റിപ്പോർട്ടുകളാണ് പൊക്കിപ്പിടിച്ചത്. നൈജീരിയ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ, എന്താണ് അവരുടെ സാമ്പത്തിക നില, എന്താണ് അവിടുത്തെ, ഇതൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പൊ വെറുതെ ഞാൻ പറഞ്ഞില്ല, ചുമ്മാതെ ഓരോന്ന് പടച്ചു വിടുക. അതുകൊണ്ടാണ് ഈ ഒരു പരിധി വരെയൊക്കെ ആൾക്കാർ നമ്മളെ വിശ്വസിക്കാത്തതിന്റെ കാരണം അത് നമുക്കിപ്പോ ഊഹിക്കാമല്ലോ. ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിന്റെ വൈദ്യുതി, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഷെയ്ഖ് ഹസീനെ വരണമെന്നോ അതാണ് വേറൊരു രാജ്യത്തിന്റെ കാര്യമാണ്, അത് അവിടെ ആര് വരണമെന്നോ അവരത് ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി ഈ നമ്മുടെ ബംഗ്ലാദേശിന്റെ തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ 4 ജില്ലകൾ വെള്ളത്തിനടിയിൽ ആ വാർത്ത ഉണ്ട്. അവിടെ വലിയ പ്രക്ഷോഭം നടക്കുക. ഇപ്പം ഇന്ത്യ ഡാം തുറന്നുകൊണ്ട് മുക്കിക്കൊല്ലാൻ ശ്രമിച്ചെന്നും പറഞ്ഞിട്ട്. ശരിക്കും അവിടെ തുങ്ക എന്ന് പറഞ്ഞൊരു നദിയാണ്. ഈ നദി ഇന്ത്യയിലും ബംഗ്ലാദേശും കൂടെ ഒഴുകുന്ന. സ്വാഭാവികമായിട്ട് അവിടെ എല്ലാ വർഷവും മഴ പെയ്യുമ്പോൾ വെള്ളം പൊങ്ങും. ഈ നദിയുടെ കരയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്കും ബംഗ്ലാദേശികൾക്കും ഒരുപോലെയാണ്. ഇന്ത്യ വൈദ്യുതി കൊടുക്കുന്നത് ഈ നദിയിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ബംഗ്ലാദേശിന് വൈദ്യുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ത്രിപുരയിലാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ അവിടുന്ന് വൈദ്യുതി ഉത്പാദിപ്പിച്ച് കൊടുക്കുന്നത് ബംഗ്ലാദേശിന്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഭരണം മാറുമ്പോഴത്തേനും ജനങ്ങൾ എത്രത്തോളം ഈ എന്താണ് അവരുടെ ഈ ബ്രെയിൻ വാഷ് നടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു വെള്ളപ്പൊക്കം. എല്ലാ വർഷവും വരുന്നൊരു വെള്ളപ്പൊക്കമാണ്. 4-5 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടാവും. പക്ഷേ ഈ ഇത്തവണ വന്ന ആ വെള്ളപ്പൊക്കം, ബംഗ്ലാദേശിനെ മുക്കിക്കളഞ്ഞ ആ വെള്ളപ്പൊക്കം അങ്ങനെ വന്നതാണെന്ന് വിശ്വസിക്കാൻ ബംഗ്ലാദേശികൾ തയ്യാറല്ല. കാരണം എന്താ അറിയോ ചേട്ടാ, ഇന്ത്യ അതിനു മുമ്പേ വരുന്നതിനെല്ലാം കൃത്യമായിട്ട് ഇന്ത്യ താക്കീത് കൊടുക്കും. ഞങ്ങൾ ഏതാ ത്രിപുരയിൽ ഡാം തുറന്നു വിടാൻ പോവുകയാണ്, അവിടെ വെള്ളം മുങ്ങാൻ പോവുകയാണ്, മാറിക്കും. തവണ അത് കൊടുത്തില്ല എന്നാണ് അവര് പറയുന്നത്. അതാണ് അവരുടെ അതിനൊരു ഇന്ത്യൻ സർക്കാർ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. 2 തരം വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒന്ന്, ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ 120 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഡാം ഉള്ളത്.
അപ്പൊ ഈ ഡാമിന് വലിയ ഹൈറ്റ് ഒന്നുമില്ല, വലിയ ഡാമൊന്നും അല്ല, 30 മീറ്റർ ഉയരമുള്ള ഒരു ഡാമാണ്, ഒരു 40 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡാമാണ്. അപ്പൊ ഈ ധനുഷ് രണ്ടാമത് പറഞ്ഞതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഉം. അതിനകത്ത് അവർ പറയുന്നത് വൈദ്യുതി ബന്ധം നിലച്ചുപോയി. 2021 ഈ മാസം 21 ഉം. വലിയ ഉം. മഴയായതുകൊണ്ട് വൈദ്യുതി ബന്ധം നിലച്ചുപോയി. അപ്പം ഞങ്ങള് ഇവിടെ നിന്നാണ് ഈ ബംഗ്ലാദേശിന് വൈദ്യുതി ആ മേഖലയിലൊക്കെ കൊടുക്കുന്നത്. അപ്പൊ വൈദ്യുതി ബന്ധം നിലച്ചുപോയി, ടെലികമ്മ്യൂണിക്കേഷനും കുറച്ചു നേരത്തേക്ക് നിലച്ചുപോയി എന്നവർ നിന്നുപോയി. പറയുന്നുണ്ട്. ഇന്ത്യ നിന്നുപോയി, അത് നിന്നുപോയി, അത് ടെക്നിക്കലായിട്ട് സാധനം പറയുന്നത്. ഒപ്പം തന്നെ അവർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ അബദ്ധങ്ങളൊന്നും വരില്ല, ഞങ്ങൾക്ക് വെള്ളം ഒഴുകുന്ന 3 ഇടത്തായിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ ഈ അലർട്ട് കൊടുക്കാനും കാര്യങ്ങൾ അറിയാനുമുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ അബദ്ധം വരില്ല. പക്ഷെ അത് ശരിയാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് ഇന്ത്യ. അതായത് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു ടൈം, ഒരുപക്ഷെ അത് നമുക്ക് വേറെ എന്ത് രീതിയിലും വേണം വ്യാഖ്യാനിക്കാം. ഒരുപക്ഷെ മനഃപൂർവ്വം കൊടുത്തല്ലെന്ന് പറയാൻ പറ്റും, ടെക്നിക്കലായിട്ട് ഇങ്ങനെയും പറയാൻ പറ്റും. സംഭവം ശരിയാണ്, ആ ധനുഷ് പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്, അത് അവർ നമ്മൾ സർക്കാർ സമ്മതിക്കുന്നുണ്ട്. അത്രയും സമയത്തേക്ക്, കുറച്ച് എന്തായാലും സമയത്തേക്ക് നമുക്ക് ഞാൻ ഞാൻ ആ സമയം ആലോചിച്ചതേ, നമ്മുടെ ഫോറിൻ മിനിസ്ട്രിയിലെ മണിയാശാന്റെ ടെക്നിക്ക് ഉപയോഗിക്കുന്ന ഏതോ ഒരു മന്ത്രി കയറി ഇരിപ്പുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മളെവിടെ ഡാം തുറന്നു വിട്ട് മുക്കിക്കൊല്ലാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണല്ലോ MM മണി എന്ന് പറയുന്നത്. നാസ വരെ കണ്ടുപിടിച്ചാണല്ലോ. അപ്പൊ ഫോറിൻ മിനിസ്ട്രിയില് ഇത് കണ്ടിട്ട് ഇത് അവരുടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് ഈ ടെക്നിക്ക് കൊള്ളാം, തുറന്നു വിടണം, എല്ലാം ഒലിച്ചു പോട്ട് എന്ന് വിചാരിച്ച് കാണും അവിടെയുള്ള ആൾക്കാർ. ചേട്ടാ, ഇതിൽ എനിക്ക് അടുത്തായിട്ട് അല്ല ചോദിക്കാനുള്ള ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പറയൂ പറയൂ. ഉം. അല്ല പറഞ്ഞു ഇത് ഇതായിട്ട് ഒരു ലാസ്റ്റ് മണിക്ക് ക്വസ്റ്റ്യൻ. പുള്ളി പോസ്റ്റ് ഇട്ടായിരുന്നു. ഈ യൂനിസ് എന്ന് പറയുന്ന ആഹ്, ആ ഭരണാധികാരി, അയാൾ നോബൽ സമ്മാനമൊക്കെ നേടി വളരെ ഗംഭീരമായിട്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത്തവണ അയാളാണ് ഈ ഭീകരനെ തുറന്നു വിട്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ധാർമ്മികതയാണ് ഇയാൾ വാങ്ങിച്ച നോബൽ സമ്മാനത്തോടും, എന്ത് ധാർമ്മികതയാണ് അല്ലേ, ഇയാളുടെ ചുറ്റുമുള്ള രാജ്യങ്ങളോടും അയാളുടെ അവിടെയുള്ള ജനങ്ങളോടും പുലർത്തുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇത് അവസാനത്തെ ക്വസ്റ്റ്യൻ. യൂനുസ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ ഒന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു ഗുണ്ട അയാളുടെ വീടിന്റെ വാതിക്കെ പിടിച്ച് ഒരു നന്മയുള്ളവനെ നിർത്തും. കാരണം ആരെങ്കിലും ഈ വീട്ടിലേക്ക് നോക്കിയാൽ ഒരു നല്ലൊരാളെങ്കിലും നിൽക്കട്ടെ വീടിന് വെളിയിൽ നിന്ന്, അതുപോലത്തെ ഒരു അവസ്ഥയേ ഉള്ളൂ. അദ്ദേഹം പൊളിറ്റീഷ്യൻ അല്ല, ഭരണാധികാരിയുമല്ല. തൽക്കാലം ബംഗ്ലാദേശിന്റെ ഈ അവസ്ഥയ്ക്ക് അവർക്കൊരു സൊല്യൂഷൻ വേണമല്ലോ. 10 പേര് കണ്ടാലും കുറ്റം പറയരുത്, കുഴപ്പമില്ല അയാള് എന്ന് പറയും. ഇപ്പം നമ്മൾ തന്നെ, ഇപ്പൊ ധനുഷ് തന്നെ പലവട്ടം പറഞ്ഞു നോബൽ പ്രൈസ് ജേതാവാണ് നമ്മൾ പറയുന്നില്ലേ. ഇതാണ് ആകെ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം. ഇവർക്ക് യാതൊരു റോളും അവിടെ ഇല്ല. ഇദ്ദേഹം ഇപ്പൊ ഒരു ഭരണാധികാരിയായിട്ട് ചുമ്മാ വെച്ചിരിക്കുകയാണ്, ഇവര് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു എന്നേ ഉള്ളൂ. ലോകത്തെമ്പാടും നോക്കുമ്പോഴത്തേക്കും ഭരണാധികാരി എന്നുള്ള ലേബലിൽ ഇദ്ദേഹം ഇരിക്കുന്നു. ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണല്ലോ, നോബൽ പ്രൈസ് കിട്ടിയ മനുഷ്യനാണല്ലോ, നമുക്കൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിന് യാതൊരു റോളില്ല, ഒരു പൊളിറ്റീഷ്യൻ അല്ല. അവിടുത്തെ പ്രത്യേകിച്ച് മാറ്റിമറിക്കാൻ തക്ക കപ്പാസിറ്റി ഇദ്ദേഹത്തിന് ഇല്ല. ഇദ്ദേഹത്തിന് അറിയാം ഇദ്ദേഹം ഏത് നിമിഷവും പുറത്തു. എന്റെ ഒരു ഏറ്റവും, ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ ഒരു പ്രവചനം നടത്തുകയാണ്. പുള്ളി ചിലപ്പോ ഇനി ഇതേ രീതിയിൽ ഒരുപാട് നാൾ മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ തട്ടാൻ വേണ്ടിയിട്ട് അമ്മ ഒരു ശ്രമം നടത്തിയെന്നും വരാം. കാരണം അതാണ് അവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് താൽക്കാലികമായ ഒരു സർക്കാരാണ്, ഇത് ഇവർക്ക് മുഖം രക്ഷിക്കണം, അവർക്ക് ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ ഒരു മുഖം, അത്രയും മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിന് മുഖം മാത്രമേ ഉള്ളൂ, തല പോലും ഇല്ല. ആ തലച്ചോറും തലയും എല്ലാം ഇരിക്കുന്നത് ഇതുപോലുള്ള ഭീകര സംഘടനകളുടെ കയ്യിൽ തന്നെയാണ്, അവരാണ് ഭരിക്കുന്നത്. ഇപ്പം ഇന്ത്യ ഒരു വലിയ പ്രതിസന്ധി കൂടെ നേരിടുന്നുണ്ട്, അതുകൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു കരാറുണ്ട്, ഈ കുറ്റവാളികളെ വിട്ടുകിട്ടണമെന്നുള്ളത്. ഇപ്പൊ അവര് സ്ട്രോങ് ആയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷെയ്ഖ് ഹസീനെ വിട്ടുകിട്ടണം എന്നുള്ളത്. കാരണം നമ്മൾ, അതായത് അതിനകത്ത് ഇത് നമുക്ക് ഇന്ത്യക്ക് വേണമെങ്കിൽ അതിനെ റിജക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആ റിജക്ട് ചെയ്യുമ്പോൾ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ അഭയം തേടുന്നവർക്ക് ഇത് ബാധകമല്ല. പക്ഷെ രാഷ്ട്രീയ അഭയം തേടുന്നവര് കുറ്റവാളി പട്ടികയാണുണ്ടെങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിൽ ചുമത്തിയിരിക്കുന്ന 31 കേസുകളാണ്. അതിൽ 26 കൊലപാതക കേസാണ്, 26 കൊലപാതകമാണ്. അപ്പോഴത്തേനും സ്വാഭാവികമായി ക്രിമിനൽ കേസാണ്, പ്രതിയെ വിട്ടുകൊടുത്തേ പറ്റൂ. ഇവിടെ ഇന്ത്യക്ക് അത് റിജക്ട് ചെയ്താൽ പിന്നെ വലിയ പണിയാവും. കാരണം അവിടുന്ന് ഇങ്ങോട്ടുമുള്ള അവരെ, അപ്പൊ ഇന്ത്യ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പം. എന്ത് ചെയ്യണമെന്നല്ല, ഒന്ന് ഇവരുടെ ഈ നയതന്ത്ര പാസ്പോർട്ടൊക്കെ കഴിഞ്ഞ ദിവസം റദ്ദ് ചെയ്തായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ വേറൊരു രാജ്യത്ത് പോകാനും വയ്യ. ആ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഈ ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി അവരെന്താ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇന്ത്യ ഇരിക്കുന്നത്. തട്ടിക്കള എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. കാരണം കരാറുണ്ടെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്, കരാറുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളുമായിട്ട് കരാറുണ്ട്, അത് സാമ്പത്തിക കുറ്റവാളിയായാലും മറ്റു കുറ്റവാളിയായാലും ഒക്കെ വിട്ടുകിട്ടാൻ കരാറുണ്ട്. അപ്പൊ ആ കരാറ് പാലിച്ചേ പറ്റുന്ന അവിടെ അങ്ങനെ ഒരു പ്രതിസന്ധി. ഇപ്പൊ എങ്ങനെയാണ് ഇന്ത്യ അതിനെ കവർ ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ട. ഞാൻ പറഞ്ഞു കുറെ ഇഷ്യൂസ് ഈ ബംഗ്ലാദേശിൽ ഇപ്പൊ നമ്മളുമായിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഈ ഷെയ്ഖ് ഹസീനയുടെ ഇഷ്യൂ ആയിട്ട് തന്നെ വരുന്നതാണ്. ഇതൊക്കെ ഇനി റെഡി. പക്ഷെ നമുക്ക് ഇവരെ വിടാൻ പറ്റത്തില്ല. നമുക്ക് ഇവരോട് ഈ പാകിസ്ഥാനോട് കാണിക്കുന്നത് പോലെ ഒരു ശത്രുതാ മനോഭാവം നമുക്ക് ഈ ബംഗ്ലാദേശിനോട് കാണിക്കാൻ പറ്റത്തില്ല. കാരണം പാകിസ്ഥാനോട് നമുക്ക് കാണിക്കാം ഓപ്പൺ ആയിട്ട്, ബംഗ്ലാദേശിന്റെ ഒരു അതിർത്തി ചൈനയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇവരെ കണ്ണും പൂട്ടിയിട്ട് പൊക്കോ എന്ന് പറഞ്ഞ് വിടാൻ പറ്റത്തില്ല. അത് ബംഗ്ലാദേശിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, ചൈനയ്ക്ക് കുറച്ചുകൂടെ സ്പേസ് ഒരുക്കി കൊടുക്കുക സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു രാജ്യം
ഇപ്പോ പാകിസ്ഥാനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ബംഗ്ലാദേശ്, മ്യാൻമാർ ഇതൊക്കെ തന്നെയാണ്. കാരണം നമ്മുടെ കിഴക്കൻ അതിർത്തികൾ സംരക്ഷിക്കുക ഒരു വലിയ പ്രശ്നം തന്നെയാണത്. ഉം. ഇപ്പൊ ഇന്ത്യ ഇപ്പൊ ഇത് ചർച്ചയ്ക്ക് തന്നെ എടുത്ത ഒരു വിഷയം, നല്ലൊരു വിഷയം തന്നെയാണ്. കാരണം കാലിക പ്രസക്തി ഉള്ള ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വിഷയമാണ്. കാരണം നമ്മുടെ ശത്രു അല്ല ഇപ്പോ, മിത്രമായിട്ട് നിൽക്കുന്ന രാജ്യത്ത് നിന്നാണ് ശത്രു ഇപ്പോ ഏഹ്, പണി നടത്താനായിട്ടുള്ള ഒരു ശ്രമം അതെ അതെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ. അത് വലിയ വലിയ വാർത്തയാണ്, അതൊരു വലിയ സംഭവം തന്നെ. എന്തായാലും ബംഗ്ലാദേശ് പല അപ്രതീക്ഷിത നീക്കങ്ങളും നടത്തുകയാണ്. ബിജേട്ടൻ നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഷേഖ് ഹസീനയുടെ പാസ്പോർട്ടൊക്കെ റദ്ദാക്കി അവർക്കെതിരെ കുറ്റങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാം തുറന്നു വിട്ടതിൽ കുറ്റമൊന്നും പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ബംഗ്ലാദേശിന് ഒരിക്കലും ഇന്ത്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് നമുക്കെല്ലാം പറയാം. ഇത് ജിയോ പൊളിറ്റിക്കൽ വാറാണ്. നയതന്ത്രപരമായിട്ട് ഇന്ത്യ അത് ഡീൽ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ബംഗ്ലാദേശിന് ഇന്ത്യയെ തഴഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തവും കൃത്യവുമായിട്ട് ബംഗ്ലാദേശിന് നല്ലതുപോലെ അറിയാം. പിന്നെ ചൈനയുടെ കാര്യം, ചൈന കൈവച്ച എല്ലാ രാജ്യങ്ങളും, പക്ഷെ അത്ര പെട്ടെന്നൊന്നും ചൈന ബംഗ്ലാദേശിലേക്ക് കടന്നു വരും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ബിജേട്ടാ. കാരണം ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് ചൈനയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കണ്ണുവച്ചിരിക്കുന്നത് നമ്മുടെ അമേരിക്കയാണ്. അമേരിക്കയും പിന്നെ അവിടെയുള്ള സെന്റ് മാർട്ടിൻ ഐലൻഡ് ഒക്കെ അമേരിക്കയാണ് അത് കണ്ണുവച്ചിരിക്കുന്നത്. അപ്പൊ അമേരിക്ക കണ്ണുവച്ച ഒരു പ്രദേശത്തേക്ക് അത്ര പെട്ടെന്ന് ചൈനയ്ക്ക് ഒരു കടന്നുകയറ്റം സാധ്യമാകും, അല്ലെങ്കിൽ അവരതിന് മുതിരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പൊ പാകിസ്ഥാനിലേക്ക് ചൈന കടന്നു കയറിയിട്ട് ഇപ്പൊ പാകിസ്ഥാനിലെ ജനങ്ങളുടെ പട്ടിണി മൊത്തം മാറ്റേണ്ട ഗതികേട് ചൈനയ്ക്കായി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പൊ സത്യം പറഞ്ഞാൽ അണ്ടർവെയർ വരെ കൊടുക്കുന്ന ചൈനയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് അനാവശ്യമായിട്ട് ഒരുപാട് പൈസ ചൈനയ്ക്ക് പോകുന്നുണ്ട്. ഈ ദ്വീപുകൾ ചൈന കീഴടക്കും പോലെ അല്ലല്ലോ ഒരു വലിയ രാജ്യം ചൈന പോയിട്ട് അട്രാപ്പിൽ പെടുത്തി കീഴടക്കുന്നത്. ഈ ദ്വീപുകൾ ചൈനയ്ക്ക് കീഴടക്കുമ്പോൾ അവിടെ വളരെ കുറച്ച് ജനസംഖ്യ മാത്രമേ ഉള്ളൂ. ഇപ്പൊ മാലിദ്വീപ് ആയിരുന്നാലും മഡഗാസ്കർ ആയിരുന്നാലും ശ്രീലങ്ക ആയിരുന്നാലും അല്ല പോയി കീഴടക്കുമ്പോൾ അവിടെ വളരെ കുറച്ച് ജനസംഖ്യയാണുള്ളത്. അവിടെ അല്ല അല്ല ഒരു അവര് പ്രതിസന്ധി പെട്ടെന്ന് ആ രാജ്യം ദ്വീപ് കീഴടക്കാൻ പറ്റും. ഉം. അല്ല അവര് അവിടെ അങ്ങനെയല്ല പറയുന്നത്. രാജ്യമല്ല ഇവരാരും കീഴടക്കുന്നത്. ഇവർക്ക് ഉം. വേണ്ട തുറമുഖങ്ങളും ഇവർക്ക് വേണ്ട ഈ ഉം. എയർ സ്ട്രിപ്പുകളും അടങ്ങിയ പ്രദേശങ്ങൾ മാത്രമാണ് ഇവര് കൺട്രോളിൽ വെക്കുന്നത്. അതിനകത്തിൽ ഈ യുദ്ധം അല്ല മൂലമല്ല ഞാൻ ഇവർ കൈയടക്കുന്നത്. ചോദിക്കുന്നത് ഇവർക്ക് കൊണ്ട് സാമ്പത്തിക സഹായം ഞാൻ ചെയ്യും ഈ. ചോദിക്കുന്നത് ബംഗ്ലാദേശിൽ ഓൾറെഡി അതിന് നോട്ടമിട്ടിരിക്കുന്നത് അമേരിക്കയാണല്ലോ. അപ്പൊ അമേരിക്കയെ കവച്ചു വെച്ചുകൊണ്ട് ചൈന അതിനകത്തോട്ട് ഒരു കയ്യേറ്റം നടത്താനുള്ള ഒരു സാധ്യത കുറവായി കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയും ചൈനയും തമ്മിൽ ബംഗ്ലാദേശിന് വേണ്ടി അടിക്കുന്നത് നമ്മൾ കാണേണ്ടി വരില്ല എന്നുള്ളതാണ് ന്യായമായിട്ടുള്ള ഒരു സംശയം. അല്ല അങ്ങനല്ല ഇതിനകത്ത് വരുന്നത് ഉം. വെച്ചാൽ ഇപ്പൊ ഈ ദ്വീപിനെ നോട്ടമിട്ടിരിക്കുന്ന അമേരിക്കയാണ്. കാരണം ധനുഷ് പറഞ്ഞ കണക്ക് ആൾ താമസമുള്ള ആൾ താമസം കുറവുള്ള ഒരു ദ്വീപൊക്കെയാണ്. അവരത് നോക്കുന്നത് വെച്ചാൽ ഈ ചൈനയെ എതിർക്കാൻ പറ്റുന്ന ഒരു നല്ല സ്പേസ് ആയിട്ട്, അതായത് അവരുടെ സേനാവിന്യാസം മീൻസ് അവരുടെ എയർഫോഴ്സിനൊക്കെ വന്നിറങ്ങി അടിക്കുക, ആ ഒരു സ്പേസ് ആണ് ചൈന നോക്കുന്നത്. വെച്ചാൽ ബാക്കിയുള്ളിടത്ത് തുറമുഖങ്ങളോ ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഇവര് ഹമ്പൻതോട്ട തുറമുഖം എടുത്തത് ശ്രീലങ്കയില്? നമ്മളുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു തുറമുഖമാണ്. ആ തുറമുഖം മാത്രമേ ചൈന പാട്ടത്തിനെടുത്തിട്ടുള്ളൂ. ഈ ടെക്നിക്ക് തന്നെയാണ് രാജ്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ രാജ്യം മുഴുവൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അവർക്ക് വേണ്ട ഉം. ഒരു സ്പോട്ട്, അതായത് നമുക്കൊരു ശത്രുവിനെ അടിക്കാൻ കിട്ടുന്ന നല്ലൊരു സ്പോട്ട് എവിടെയാണോ ആ സ്പോട്ട് മാത്രമേ എടുത്തിട്ട് അത് ആ രാജ്യത്തിന് പണം കൊടുത്ത് പാട്ടത്തിനെടുക്കുക ചെയ്യുന്നത്. തുറമുഖങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് എടുക്കുന്നത്. കാരണം പ്രത്യേകിച്ച് വേറെ പണിയൊന്നും അവർക്ക് ചെയ്യേണ്ട കാര്യമില്ല. തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ, ഇത് ഇവരുടെ ഏതെങ്കിലും ഒരു കമ്പനിയെ കൊണ്ട്, അതായത് ഇപ്പൊ അമേരിക്ക ബേസ്ഡ് കമ്പനിയെ കൊണ്ടോ ഇല്ലെങ്കിൽ അമേരിക്ക തന്നെയോ അത് 99 വർഷത്തേക്കോ 100 വർഷത്തേക്കോ പാട്ടത്തിനെടുക്കുകയാണ്. അപ്പൊ ആ രാജ്യത്തിന് ഒരു വലിയ എമൗണ്ട് കിട്ടുന്നു. ഇതൊക്കെ വെച്ചിട്ടല്ലേ ശ്രീലങ്ക സംഭവിച്ചത്. അല്ല ശ്രീലങ്കയിൽ മുഴുവൻ അവർ എടുത്തിട്ടില്ല. ഇത് തന്നെയാണ് അവർ മാലിയിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. മാലിയിലെയും പോർട്ടുകൾ വലിയ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇന്ത്യക്ക് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ഇവരിങ്ങനെ സ്പോട്ട് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. അവിടെയാണ് അതിന്റെ ഒരു വലിയ ദുരന്തം വരുന്നത്. കാരണം ഈ ഇപ്പോഴത്തെ സർക്കാർ, ബംഗ്ലാദേശിന്റെ സർക്കാരിന് സാമ്പത്തികമായി നട്ടം തിരിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവരത് ചെയ്തുകൂടായികയില്ല. ഈ തുറമുഖങ്ങളും ഉം. ഉം. മറ്റുമൊക്കെ എന്നാൽ ഉം. പാട്ടത്തിനെങ്കിൽ പാട്ടത്തിന് പൈസ വേണ്ട മുമ്പോട്ട് പോകാനായിട്ട്, ഉം. ചെയ്തുകൂടായികയുമില്ല. അതാണ് ഒരു പ്രശ്നം. പാകിസ്ഥാന്റെ കേസ് വേറെ. കാരണം അവർക്ക് ഉം. അവിടെ റോഡ് മാത്രം പോയാൽ മതി. ഈ പറഞ്ഞത് ശരിയാണ്. ഈ അടിവസ്ത്രത്തിന്റെ കേസോടെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. അവിടെ ഈ ചൈനയിൽ ഉപയോഗിച്ച സെക്കൻഡ് ഹാൻഡ് അടിവസ്ത്രങ്ങളാണ് അവർ കയറ്റി വിടുന്നത്. അതെ അതെ, സെക്കൻഡ് ഹാൻഡ് അടിവസ്ത്രങ്ങളാണ് അവർ കയറ്റിവിട്ടത്. ആ സെക്കൻഡ് ഹാൻഡ് അടിവസ്ത്രങ്ങളിൽ തുന്നിയ മാസ്ക് വരെ കോവിഡില് പാകിസ്ഥാനികൾക്ക് ഇടാനായിട്ട് അവർ കൊടുത്തുവെന്നും വാർത്തകൾ ആ സമയത്ത് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്ത് തന്നെയായിരുന്നാലും ബംഗ്ലാദേശ് പോകുന്നത് ശരിയായിട്ടുള്ള പാതയിലെന്ന് അല്ല എന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഈ ഒരു ഭീകരനെയൊക്കെ തുറന്നു വിടുന്നതിലൂടെ ഇന്ത്യ മാത്രമല്ല ലോക രാജ്യങ്ങൾ, ഭീകരവാദത്തിനെതിരെ നിൽക്കുന്ന ലോക രാജ്യങ്ങളെ മുഴുവൻ ആശങ്കപ്പെടുത്തുകയാണ് ബംഗ്ലാദേശ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇന്ത്യ ഇതന്നെ എങ്ങനെ നോക്കിക്കാണും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. മറിച്ച് ഇനി ഷെയ്ഖ് ഹസീനയെ തിരിച്ചു കൊടുക്കുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിൽ ഇന്ത്യ എന്ത് സ്റ്റാൻഡ് എടുക്കും ഈ കരാർ നിലനിൽക്കുമ്പോൾ എന്നുള്ളതും ഇന്ത്യക്ക് വലിയ തലവേദനയായിട്ട് വരുന്ന ഒരു കേസ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ ഒന്നും തന്നെ ഈ വിഷയം ഒരു കോംപ്രമൈസിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നമ്മൾ ഇപ്പോൾ കാണുന്നില്ല. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നില്ല. അത് കോംപ്രമൈസ് ആകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ബിജോട്ട, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.